ഉമ്മമാരെ നിസ്കാര കുപ്പായത്തിലായി വീണുപോകരുത്. അങ്ങനെ പൊരെ പോയി നോക്കുമ്പോ എല്ലാ ദിവസവും പരാതി അങ്ങനെ എന്ത് ക്ഷീണായപ്പോ 4 റക്അത്ത് നിസ്കരിച്ച് ഞാൻ അവിടെ കടന്നു. എന്തിനാ ക്ഷീണം? വിറക് കൊത്താണ്ടോ? എവിടെ കൊത്തുന്നു? എന്തിനാ വിറകൊത്തിന്? ഇപ്പൊ അതല്ലേ ഇപ്പത്തെ അടുപ്പ് പറഞ്ഞൊക്കെ അടുപ്പല്ലേ, പുകയില്ല അടുപ്പുകളല്ലേ. പുകയില്ലാത്ത അടുപ്പുള്ള ഏതൊരു സ്ഥലം ഉണ്ടാകും ഇപ്പൊ? എവിടെ ഉണ്ട്? എല്ലാ മുക്കിലും മൂലയിലും അള്ളിയിലും ഉള്ളിയിലൊക്കെ ഉണ്ട്. എല്ലാ കുണ്ടിയിലും ഉണ്ട് അടുപ്പ്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. വെള്ളം കോരണോ? വേണ്ട. ഇനി ചരമാന്തിമേൽ ഇരുന്നിട്ട് കുറെ നേരം ഊര കെടുത്തിട്ട് അതിങ്ങനെ ചെറുക്കണോ? അത് അമ്മിക്കുട്ടിമേൽ ഇട്ടണം അരക്കണോ? ഇത്ര വലിയ സ്വർഗജീവിതം അള്ളാഹു തആല മുൻഗാമികൾക്ക് കൊടുത്തണോ ഉമ്മമാരെ? പിന്നെ എന്താണ് ക്ഷീണം തന്നത്? ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണാണ്, വേറെ ഒരു ക്ഷീണവുമില്ല എന്ന് പറഞ്ഞാൽ. അഥവാ പൊറാട്ട ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ പറയും പൊറാട്ട പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ആണുങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് മോശമാക്കാൻ പറ്റില്ല, ഒരു 5-6 തിന്നിയില്ലെങ്കിൽ മോശമാണെന്ന് കരുതും. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 തിന്ന എന്ന് കരുതി 7 പൊറാട്ടയും ഒരു 11 പത്തിരിയും വിത്തറിന്റെ റക്കാത്തിന്റെ എണ്ണം കണ്ട ഒരു 11 പത്തിരി. അങ്ങനെ പത്തിരി ചെറുതല്ലേ. ഇതോടൊക്കെ കൂടെ പോയി നോക്കുമ്പോഴേക്കും പട്ടാളപ്പള്ളിന്റെ മിഹ്റാബ് പോലെയായി ഇവന്റെ പള്ളൊന്നായിട്ട്. ചില ആൾക്കാർ കണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ ഇങ്ങനെ വരുമ്പോ അല്ലാഹു അക്ബർ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഓർക്കറിയില്ല. ഓലിങ്ങനെ നിന്നിട്ട് വല്ലാത്ത ഇടങ്ങേറ്. ഓർക്ക് ഫാത്തിഹയും അലന്തരം തീരാഞ്ഞിട്ട് ഓലിങ്ങനെ ഇടങ്ങേറ് നിൽക്കാണ്. വേറെ ആരോ കണ്ടു വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഖുശൂ ഇങ്ങനെ താങ്ങി നിൽക്കാണ്. ഖുശൂ താങ്ങിക്കല്ലത്, ഇടങ്ങേറോട് നിൽക്ക. പാകത്തിന് കഴിച്ചാൽ മതി. അറബികളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണത്. ഹറമിൽ നോമ്പൊറുക്കാൻ വേണ്ടി ഇരുന്നോക്കി എത്ര ചെറിയ ഭക്ഷണമാണ്. ഒറ്റൊന്നും വരെ പോണില്ലല്ലോ. ഓല് ഒരു അൽമറായിന്റെ ഒരു തൈര് ഉണ്ടാവും, ഒരു കുപ്പി തൈര്, അതാണ് കുടിക്കുക. ഒരു 2 ഗ്ലാസ് സംസം വെള്ളവും ഒരു 4 ചുള കാരക്കയും പിന്നെ എന്തെങ്കിലും സമൂസ ഒരു പൊരി ഉണ്ടാവും. നമ്മളങ്ങനല്ല. നമ്മളൊക്കെ അതിന്റെ എണ്ണം 3-ൽ അവസാനിപ്പിച്ചിട്ട് നിൽക്കുള്ളൂ. നമ്മളപ്പോഴാ അതിന്റെ അഫ്ളൽ നമുക്ക് അപ്പോഴാ മനസ്സിലാക്കുക. വെള്ളം ആദ്യം ഒരു പിന്നെ കാരക്ക ഒരു 3 എണ്ണം. കാരക്ക കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഒരു ചീളും മതി. ഈത്തപ്പഴാണെങ്കിൽ ഒരു 3 എണ്ണം പോന്നോട്ടെ, ആ ടേസ്റ്റിൽ 3 എണ്ണം. പിന്നെ ഒരു വലിയ ഗ്ലാസ്സിന് ജ്യൂസ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ്, പിന്നെ തരിക്കഞ്ഞി, പിന്നെ പായസം ഉണ്ടെങ്കിൽ അതും എത്രയായി. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ പിന്നെ ഈ ചപ്പാത്തി, പൊറാട്ട, പത്തിരി, നൂൽപുട്ട്, ഇപ്പൊ അതിന്റെ പുറമെ വേറെ കുറെ ബുഖാരി മുസ്ലിം പറഞ്ഞ കുറെ ചോറ് ഇറങ്ങിയിട്ടുണ്ട്. അതും കുറെ മന്തിയും മന്ദപ്പുള്ളവും മന്ദപ്പില്ലാത്തവര്